അപ്പോഴേ ഇന്ന് കൂട്ടുകാരെ നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് ഫുഡിന് അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഫുഡ് എന്ന് പറയുന്നത് സോറി, കറികളൊന്നും വേണ്ട. അതുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇന്നലെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് അവിയലിന് വേണ്ട എല്ലാ പച്ചക്കറികളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കറക്റ്റ് പാകത്തിന്, കാരണം പലതും പല സൈസാട്ടോ. കല്യാണത്തിനൊക്കെ സദ്യയൊക്കെ മുറിക്കുന്ന പോലെയല്ല, അങ്ങനെ മുറിച്ച് നമ്മൾ ആവിയിൽ വേവാൻ വെക്കുമ്പോൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ചട്ടിയിലാണ് കേട്ടോ വെക്കുക. പിന്നെ തട്ടിക്കൂട്ടൽ കറി പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കറികൾ മാത്രമേ നമ്മൾ സ്റ്റീൽ പാത്രത്തിലും അലുമിനിയം പാത്രത്തിലും വെക്കുള്ളൂ. ബാക്കിയെല്ലാം ചട്ടിയിൽ തന്നെയാണ് വെക്കുക. അപ്പോൾ ആദ്യം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവാൻ വെച്ചതിന് ശേഷം അതിൽ പകുതി വേവാകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇടും. കുറച്ച് ഉപ്പേ ആദ്യം ഇടണുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇടാമല്ലോ എന്ന് കരുതിയിട്ട് ഇച്ചിരി ഉപ്പ് ആ കഷ്ണങ്ങളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടോ ഉപ്പിടും. തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വെള്ളം ഒന്നും എടുത്ത് കുടിക്കാൻ നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല തേങ്ങയുടെ വെള്ളം കുടിക്കുന്നത്. ഇളനീർ വെള്ളം ഇഷ്ടം, തേങ്ങയുടെ വെള്ളം ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ മുകളിൽ നമ്മുടെ ഫേസിൽ കാണുന്നത്. ഇഷ്ടമല്ലാത്ത. പിന്നെ ചേച്ചിയുടെ മക്കളുണ്ട്, അവരെന്നെ കളിയാക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതെന്ന് യൂട്യൂബിൽ എടുത്ത് കാണുന്ന അവരെന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അരപ്പിനായിട്ട് തേങ്ങ, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, നല്ല ജീരകം, ചിലർ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട് തോന്നുന്നു. നമ്മളിവിടെ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇടത്തോട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാകത്തിന് കിട്ടും. നമ്മൾ അമ്മിക്കല്ലിൽ ഒതുക്കിയെടുക്കുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് എന്താണ് മിക്സിയിലടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ തൈര് ഒഴിക്കുമല്ലോ. തൈര് മിക്സിയിലൊന്ന് അടിച്ച് ലൂസാക്കിയിട്ടാട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ളത് പോലെയൊക്കെ ചിലപ്പോഴൊക്കെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ എക്സ്ട്രാ ചിരവി വയ്ക്കുന്നത്. എന്നിട്ട് ആ ചിരവിയ തേങ്ങ അങ്ങനെ തന്നെ ഇടലാണ് ഞാൻ ചെയ്യുക. ഇതിനകത്തിപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഉപ്പൊക്കെ നോക്കുന്നത് കേട്ടോ. കാരണം ഇനി അടുത്ത തേങ്ങ ചിരവിയത് അങ്ങനെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ. അപ്പോൾ അന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണ്.